നമസ്കാരം. വെൽക്കം ടു സ്മാർട്ട് ആയുർവേദ. വൈറ്റമിൻ D3 ഇന്ന് എല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു വാക്കായിരിക്കും അല്ലേ? അത് പലർക്കും ടെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കുറവ് തന്നെയാണ്. വൈറ്റമിൻ D3യുടെ കുറവ് മുടി കൊഴിച്ചിലിന് കാരണമാകാറുണ്ടോ എന്ന് പലപ്പോഴും OPയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് തന്നെയാണ്. വൈറ്റമിൻ D3 കുറയാനുള്ള ഒന്നിലേറെ കാരണങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിക് എറർ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിൽ സംഭവിക്കുന്ന തകരാറുകളാണ്. തീർച്ചയായിട്ടും അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. എത്ര വൈറ്റമിൻ D3 ക്യാപ്സ്യൂളുകൾ എടുത്താലും അവയെ അബ്സോർബ് ചെയ്യാൻ, അതായത് ആഗിരണം ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവ് കുറഞ്ഞു പോയാൽ അതിൻ്റെ ഡോസ് നമുക്ക് ഫലപ്രദമല്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ D3 ഗുളികകൾ എടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടും നമ്മുടെ ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന മരുന്നുകൾ എടുത്തതിന് ശേഷം മാത്രം ഈ മരുന്നുകളുടെ കൃത്യമായ ഡോസുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ശക്തമായ മുടി കൊഴിച്ചിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വൈറ്റമിൻ D3യുടെ കുറവ് കൊണ്ടുണ്ടാവാറുണ്ട്. പലപ്പോഴും അതിൻ്റെ ഒരു ഗ്രോയിങ് ഫേസ് അത് ഒന്ന് കുറഞ്ഞു പോകും. നമ്മുടെ മുടിയുടെ ഗ്രോയിങ് ഫേസിനെ തളർത്തിയിടുകയാണ് പലപ്പോഴും ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ മുടി ഉണ്ടാവാതെ വരികയും ഉള്ളത് തന്നെ വളരെ കൂട്ടത്തോടു കൂടി നല്ലൊരു കട്ടിയായിട്ടുള്ള രീതിയിൽ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ D3യുടെ കുറവ് കാരണം ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, രോഗപ്രതിരോധ ശേഷി നശിക്കുന്നു. അത് പലതരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ടുള്ള ഹെയർ ലോസിനും രണ്ടാമത്തെ ഘട്ടത്തിൽ കാരണമാകുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി മാലബ്സോർപ്ഷൻ കൊണ്ടുണ്ടാകുന്നു. മെറ്റബോളിക് എറർ ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റബോളിക് എറർ, അതായത് ദഹന വ്യവസ്ഥയെ സംബന്ധിക്കുന്ന പ്രശ്നം സ്ത്രീകളിലുള്ളത് ഇപ്പോൾ PMOS എന്ന പേര് മാറ്റി വന്ന PCOS ആണ്. അതൊരു ഏറ്റവും വലിയൊരു മെറ്റബോളിക് എറർ സിൻഡ്രോം തന്നെയാണ് ഇന്ന് സ്ത്രീകളിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫെർട്ടൈൽ ഏജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് കാണപ്പെടുന്നത്. അവരെല്ലാം മെറ്റബോളിക് എറർ ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ D3യുടെ ആഗിരണവും കുറയുന്നു. അതുമൂലം ഈ ആൻഡ്രോജനിക് അലോപേഷ്യ, അതായത് നമ്മുടെ തലയുടെ മുകൾ ഭാഗത്ത് നെറ്റിയോട് ചേർന്ന് കുറച്ച് മേൽഭാഗത്തോട് ചേർന്ന് ആണുങ്ങൾക്ക് കഷണ്ടി വരുന്നത് പോലുള്ള രീതിയിലുള്ള ഹെയർ ലോസിനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ആ ഒരു തോതിന് കൂട്ടുകയാണ് ചെയ്യുന്നത് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി. അപ്പോൾ ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള ഉപചയ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും റൂട്ട് കോസ് ഒന്നിലോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ്, കഴിക്കുന്ന സമയം, കഴിക്കുന്ന രീതി, ഇതെല്ലാം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ടോ എന്നുള്ള തിരിച്ചറിവ്, അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാം. തീർച്ചയായും സ്മാർട്ട് ആയുർവേദ നിങ്ങൾക്കതിനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആയുർവേദത്തിലേക്ക് വരിക, ആയുർവേദത്തിൻ്റെ ചര്യകളിലോട്ടും ശീലങ്ങളിലോട്ടും